ഇപ്പം നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു വീഡിയോനെ പറ്റിയാണ് ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോണത്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒളിച്ചോട്ട വീഡിയോ ആണ് കേട്ടോ. നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ ഒരു പെങ്കൊച്ചും ഒരു ചേട്ടനും കൂടെ ഒളിച്ചോടി. അപ്പോൾ ഒളിച്ചോടിയ കൂട്ടത്തിലൊരു വീഡിയോയും കൂടെ അങ്ങ് ഇട്ടു. ആ വീഡിയോനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോണത്. ഈ ഒളിച്ചോട്ടതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഒരു പെണ്ണും ചെറുക്കനും വീട്ടുകാർ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വന്ന് ഇറങ്ങിപ്പോയി എന്നല്ലേ വിചാരിക്കുള്ളൂ. പക്ഷെ ഇത് അങ്ങനൊന്നുമല്ല, ഇത് വേറെ ലെവലാ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണ് സ്നേഹിക്കുന്ന ആളെന്ന് വെച്ചാൽ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെയാണ്. പുള്ളിക്കാരിക്ക് 2 മക്കളുണ്ട്. അങ്ങനെ 2 പിള്ളേരുള്ള ഒരു തന്തേനെയാണ് ഈ പെണ്ണ് സ്നേഹിച്ചത്. എന്നിട്ട് അവൻ്റെ ഉടങ്ങിറങ്ങി അങ്ങ് പോയി. എന്നിട്ട് അതിന് ഇതായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. എനിക്ക് അവനെ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, പിരിയാൻ പറ്റാത്ത രീതിയിൽ അടുത്തുപോയി എന്നൊക്കെ ഉള്ള ക്രിഞ്ച് ഡയലോഗും കൊണ്ട് ഇറങ്ങിയേക്കുവാണ്. എന്താ പറയുക അതിനൊക്കെ. എന്നിട്ട് എക്സ്ക്യൂസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉറപ്പിച്ച് വെച്ച കല്യാണം അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെന്താ ഞങ്ങൾ തമ്മിൽ കുറേ നാളായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്, ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഓൻ്റെ വക വേറെ ഉണ്ട്. പൊന്നും മോളെന്നൊന്നും വിളിച്ചാൽ പോരാടി, അന്തസ്സില്ലാത്തവളെ. നിനക്ക് എന്ത് മാന്യത ഉണ്ടായിട്ടാണ് നീ ഈ പരിപാടി കാണിച്ചത്? സ്വന്തം ചേച്ചിയോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യമാണ് നീ ചെയ്തു വെച്ചേക്കുന്നത്. ഈ നന്ദിയില്ലാത്ത നീയൊക്കെ ജീവിക്കൂ. നീ ആ പോയ പോക്ക് എന്തിനാ പോയെന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലാവും. അവൻ എന്തിനാണ് നിന്നെ കൊണ്ട് പോയേക്കണേ. എത്ര നാള് നിങ്ങൾ ജീവിക്കും? ഇത്രയും നാള് അവർ പറയുന്ന കേട്ടോ കഴിഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണെന്നാണല്ലോ പറയുന്നേ. അപ്പൊ ഇത്രയും നാള് സ്വന്തം ഭാര്യനെയും 3 മക്കളെയും പറ്റിച്ച് ജീവിച്ച അവനുണ്ടല്ലോ, അവനൊന്നും ഒരു കാലത്തും ഗതി പിടിക്കൂല. അതങ്ങനെയാണ്. ഇത് കണ്ടിട്ടാണ് പൊന്നു മോളെ ഈ 3-4 പിള്ളേരെയും കൊണ്ട് നടക്കുന്ന ഒരു തന്നെ, അല്ലെങ്കിൽ 3-4 പിള്ളേരുള്ള ഒരു തന്തേനെ പ്രേമിച്ചത്. സ്വന്തം ഭാര്യനെയും മക്കളെ ഇട്ടിട്ട് നിന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായ ഒരുത്തൻ പിന്നീട് നിന്നെ കളഞ്ഞിട്ട് പോകത്തില്ല. നിനക്ക് എത്ര ഉറപ്പ്? അല്ലെങ്കിൽ നിന്നെ എന്തിനാണ് അവൻ കൊണ്ടുപോകണേ, സ്നേഹിക്കാൻ തന്നെ ആണോ എന്ന് നിനക്ക് എന്തുറപ്പുണ്ടായിട്ടാണ് നീ അവൻ്റെ കൂടെ പോയത്? ഒളിച്ചോട്ടം എന്ന് പറയുന്ന വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ വീട്ടുകാർ നമ്മൾ അതുപോലെ സ്നേഹിക്കുന്ന 2 ആൾക്കാർ തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരടുത്ത് സംസാരിച്ച് ശരിയാക്കാൻ നോക്കുക. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിലാണ് സാധാരണ ഈ ഒളിച്ചോട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ തമ്മിൽ സ്നേഹിച്ചു, അവരെ മീൻസ് ഇവരെ അല്ല കേട്ടോ, പൊതുവെ കുറ്റം പറയാൻ പറ്റത്തില്ല. സ്നേഹിക്കുന്ന ആൾക്കാർ അത് വീട്ടിൽ പറഞ്ഞ് അവർ സമ്മതിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒളിച്ചോടി പോവും, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇമാതിരി തെണ്ടിത്തരം കാണിക്കുന്നത് വളരെ വളരെ മോശമാണ്. അതും 2-3 പിള്ളേരുള്ള ഒരുത്തൻ കാണിക്കുന്നത്.